നമസ്കാരം. ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ AI ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിലടക്കം, അതായത് പല രാജ്യങ്ങളിലടക്കമുള്ള പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, പല വ്യവസായ പ്രമുഖരടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഒരു വിജയത്തോടു കൂടി ഇത് സമാപിച്ചിരിക്കുന്നു. പക്ഷേ ഇതിനെയൊക്കെ തകർക്കാൻ വേണ്ടി പലതരത്തിൽ കോൺഗ്രസുകൾ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി അടക്കം വ്യാജ ആരോപണങ്ങളൊക്കെ പടച്ചുവിടുമ്പോൾ ഒരു പരിധിവരെ ശശി തരൂർ ഇതിനെ തടയുന്നുണ്ട്. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ മീഡിയ ടീമുകളും കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് വകുപ്പുകളെല്ലാം തന്നെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിച്ച് രാഹുലിൻ്റെ നേതൃത്വത്തിൽ ഇതിനെ തകർക്കാനായിട്ട് നോക്കുമ്പോൾ അവർ അതിനെ തകർത്ത് തരിപ്പണമാക്കി രാഹുലിന് തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അതായത് രാഹുൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഹുൽ ഉന്നയിക്കുന്നത് വ്യാജ ആരോപണമാണ്, രാഹുൽ ഉന്നയിച്ചതിൻ്റെ സത്യാവസ്ഥ ഇതാണ് കാരണമെന്ന് തെളിവ് സഹിതം കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളടക്കം കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അവസാനം ഇതിനെ എങ്ങനെയെങ്കിലും പൊളിക്കാൻ വേണ്ടി, ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തെ നാണം കെടുത്താൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടി ഇപ്പോൾ കാണിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. അതായത് ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷർട്ടുകൾ അഴിച്ചുമാറ്റി കേന്ദ്രത്തിനെതിരെ മുദ്രാവാക്യ വിളികളുമായി എത്തിയിരിക്കുകയാണ്. അതായത് സംഭവത്തിൽ 5ഓളം പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഭാരത് മണ്ഡപത്തിൽ ഈ സംഘത്തിന് എങ്ങനെ പ്രവേശനം ലഭിച്ചുവെന്ന് കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഡൽഹി പോലീസ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. കോൺഗ്രസ് പ്രവർത്തകർക്ക് പാസോ QR കോഡോ ഉപയോഗിച്ചാണോ അവർ അകത്ത് കടന്നതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സമ്മേളനത്തിനിടെ ഷർട്ടുകൾ മാറ്റി വായുവിലേക്ക് വീശി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ഷർട്ടിൽ പ്രധാനമന്ത്രി വിട്ടുവീഴ്ചയ്ക്ക് വിധേയനാകണമെന്ന് എഴുതിയിരിക്കുന്നു. അതായത് വലിയ രീതിയിലുള്ള ഒരു ഗൂഢശ്രമം ഇതിനെ തകർക്കുക എന്നത് ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഏർപ്പെടാനുള്ള തീരുമാനത്തിനെതിരെയായിരുന്നു മുദ്രാവാക്യ വിളികൾ. പ്രതിഷേധത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP IT വകുപ്പ് മേധാവി അമിത് മാളവിയ രംഗത്തെത്തി. ഇതിനെ ദേശീയ നാണക്കേടെന്നും പാർട്ടി സ്വയം ലജ്ജിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയിൽ തങ്ങളുടെ നൂതനാശയങ്ങളും നേതൃത്വവും പ്രദർശിപ്പിക്കുന്ന ഒരു അഭിമാനകരമായ ആഗോള AI ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി അന്തസ്സിന് പകരം തടസ്സപ്പെടുത്തലാണ് തിരഞ്ഞെടുത്തത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും അതിനുശേഷം ഈ AI സമ്മിറ്റ് നടക്കുന്ന വേദിയിലേക്ക് എത്താനുള്ളൊരു ശ്രമം നടന്നുവെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം രാഹുലിനെ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം രാഹുലും ഇനി വന്നിട്ട് ഷർട്ട് ഊരി ആകാശത്തേക്ക് ഉയർത്തി കാണിക്കുമോ, അങ്ങനെയെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് ഏറ്റവും അപഹാസ്യനാകുന്നു അല്ലെങ്കിൽ ഒരു തോന്നിവാസം കാണിക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം രാഹുൽ ഗാന്ധിയെ പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ടോപ്പ്ലെസ് ആയി AI ഉച്ചകോടിയിൽ ബഹളം വച്ചതും ആഗോളതലത്തിൽ ഇന്ത്യയെ നാണം കെടുത്തുന്നതിനും ഒരു ശ്രമം നടത്തിയതെന്ന് മാളവ്യ ആരോപിക്കുന്നുണ്ട്. ഒരു ആഗോള സാങ്കേതിക ശക്തി കേന്ദ്രമായി ഇന്ത്യ മാറാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം പെരുമാറ്റങ്ങൾ ഇന്ത്യ തളരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ താല്പര്യങ്ങൾ മാത്രമാണ്. രാഷ്ട്രീയ എതിർപ്പ് ഒരു ജനാധിപത്യ അവകാശമാണ്. എന്നാൽ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായയെ തകർക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ല. AI ഉച്ചകോടിയിൽ തന്നെ വന്ന ലോകരാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, കൂടാതെ വിദ്യാഭ്യാസ വിദഗ്ധർ അടക്കമുള്ളവർ, ഓരോ സ്ഥാപനങ്ങളിലെയും വിദ്യാഭ്യാസ മേധാവിമാരടക്കമുള്ളവർ ഇന്ത്യ ബിസിനസ് മേഖലയിലേക്ക് വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ബിസിനസ് മാറ്റങ്ങൾ കണ്ടിട്ട് അവർ തന്നെ അത്ഭുതം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. കാരണം ഡിഫൻസിലടക്കം ഇന്ത്യ കൈവരിച്ച മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആയുധങ്ങൾ കണ്ട് ലോകരാജ്യങ്ങളിലെ നേതാക്കൾ വരെ ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോഴാണ് ഇന്ത്യയെ അവരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷർട്ട് ഊരിക്കൊണ്ട് ഒരു പ്രതിഷേധം അവിടെ നടത്തിയത്.